മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. മനുവിൻ്റെ മനസ്സൊന്നും ശാന്തമായിരുന്നില്ല. പുറത്ത് ഇല ഇളകിയാൽ പോലും കേൾക്കാവുന്ന നിശബ്ദതയാണെങ്കിലും മനുവിൻ്റെ മനസ്സിൽ ഉത്കണ്ഠയുടെ തിരയിളക്കമായിരുന്നു. അലീന എവിടെ പോയി? അവൾ സുരക്ഷിതയാണോ? ഈ ചിന്തകൾ അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഒടുവിൽ മനസ്സിൻ്റെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ രേവതിക്കുട്ടിയെ ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചത്. മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് രേവതിക്കുട്ടിയുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ സമയം വളരെ വൈകിയിരുന്നു. അപ്പുറത്ത് ഫോൺ ബെല്ലടിക്കുന്നത് കേൾക്കാം. ഉറക്കച്ചടവോടെ ഫോൺ എടുത്തത് രേവതിക്കുട്ടിയായിരുന്നില്ല, ഗ്രേസ്യാമ്മയായിരുന്നു. പാതിരാത്രിയിൽ ആരാണ് വിളിക്കുന്നത് എന്ന ഭയത്തോടും സംശയത്തോടു കൂടിയാണ് ഗ്രേസ്യാമ്മ ഫോൺ നോക്കിയത്. സ്ക്രീനിൽ മനുശങ്കർ എന്ന പേര് തെളിഞ്ഞു വന്നപ്പോൾ ആശ്വാസവും ഒപ്പം അത്ഭുതവും തോന്നി. അയ്യോ, മനുശങ്കറാണല്ലോ. ഗ്രേസ്യാമ്മ ഫോൺ എടുത്തു. ഹലോ രേവതിക്കുട്ടി. മറുതൽക്കൽ നിന്നും മനുവിൻ്റെ ശബ്ദം കേട്ടു. മനു, ഇത് രേവതിക്കുട്ടിയല്ല, ഗ്രേസ്യാമ്മയാണ്. അവർ മറുപടി നൽകി. ഇത് കേട്ട മനുവിന് ജാള്യത തോന്നി. അയ്യോ, ഞാൻ രേവതിക്കുട്ടിയുടെ നമ്പറാണെന്ന് കരുതി സേവ് ചെയ്തതായിരുന്നു. സോറി ആൻറ്റി, രാത്രിയിൽ ഇങ്ങനെ വൈകി വിളിച്ചത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഗ്രേസ്യാമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. സാരമില്ല മനു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ മോനെ നീ ഈ സമയത്ത് വിളിച്ചത്? രേവതിക്കുട്ടി ഉറങ്ങിക്കാണും. ഞാൻ അവളെ വിളിച്ചുണർത്തണോ? വേണ്ട ആൻറ്റി, അവളെ ഉണർത്തൊന്നും വേണ്ട. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. മനുവിൻ്റെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. അലീന ഇന്ന് എറണാകുളത്തേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അവൾ അങ്ങോട്ടേക്ക് വന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഗ്രേസ്യാമ്മയുടെ മറുപടി മനുവിനെ നിരാശനാക്കി. അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഞങ്ങളെയും വിളിച്ചു പറഞ്ഞിരുന്നു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറായിരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് അവൾ വിളിച്ചിട്ട് വരില്ലെന്നും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ലെന്നും അറിയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല മോനെ. അവൾ വന്നതുമില്ല. മനുവിൻ്റെ പ്രതീക്ഷകൾ അങ്ങനെ അസ്ഥാനത്തായി. ശരി ആൻറ്റി, ഞാൻ രാത്രി ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. മാമച്ചനങ്കിളിനോടും എൻ്റെ അന്വേഷണം പറയണം. അവൻ ഫോൺ വെക്കാൻ ഒരുങ്ങി. മോനെ, അവിടെ എന്താ വിശേഷം? അവിടെ ഓക്കെ അല്ലേ? ഗ്രേസ്യാമ്മയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ മനു കുഴങ്ങി. ഇല്ല ആൻറ്റി, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വൈകിയില്ലേ? ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്തു. അലീനയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് അവൻ്റെ വിഷമം വർദ്ധിച്ചു. അവൻ വീണ്ടും ബാലചന്ദ്രനെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ബാലചന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ദേഷ്യവും സങ്കടവും നിസ്സഹായതയും കൊണ്ട് മനുവിൻ്റെ മനസ്സ് കലുഷിതമായി. ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്നറിയാതെ അവൻ ആകെ തല കറങ്ങുന്നുണ്ടായിരുന്നു. ഇതേസമയം ബാലചന്ദ്രൻ്റെ വീട്ടിൽ അന്തരീക്ഷം മരവിച്ച അവസ്ഥയായിരുന്നു. അച്ഛനും അലീനയും എവിടെയാണോ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് എന്നും അറിയാതെ കൃഷ്ണമോൾ ആകെ അസ്വസ്ഥയായിരുന്നു. വീട്ടിൽ ആരോടും ഒന്നും പറയാതെയാണ് അവർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നത്. ഒടുവിൽ സഹിക്കെട്ട് കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ അടുത്തെത്തി. അച്ഛൻ്റെ ഫോണൊന്ന് തരാവോ? അവൾ ചോദിച്ചു. ബാലചന്ദ്രൻ മുഖമുറുത്താതെ മറുപടി നൽകി. എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് തരാവോ? ഞാൻ ഓൺ ചെയ്തോളാം. കൃഷ്ണമോള് പ്രതീക്ഷയോടെ ചോദിച്ചു. പക്ഷേ ബാലചന്ദ്രൻ്റെ മുഖത്ത് കർക്കശ്യമായിരുന്നു. ഞാനത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണ്. ഇന്ന് ഏതായാലും അത് ഓണാക്കുന്നില്ല. നാളെ ഓൺ ആക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്തിനാ നിനക്ക് ഫോണ്? ബാലചന്ദ്രൻ ചോദിച്ചു. നമ്മൾ എവിടെയാണെന്ന് അവരെ ഒന്ന് വിളിച്ചറിയിക്കേണ്ടേ അച്ഛാ? ആരെ അറിയിക്കേണ്ടത്? ദേഷ്യത്തോടെ ബാലചന്ദ്രൻ ചോദിച്ചു. അച്ഛാ, അമ്മയൊന്ന് അറിയിക്കണ്ടേ? അല്ലെങ്കിൽ അമ്മക്കാകെ വിഷമമാവില്ലേ? കൃഷ്ണമോള് ചോദിച്ചു. അന്നേരം ബാലചന്ദ്രൻ രൂക്ഷമായി അവളെ നോക്കി. നീ ആരുടെ കൂടെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? പേടിയോടുകൂടെ അച്ഛൻ്റെ കൂടെ എന്ന് പയ്യെ പറയും കൃഷ്ണമോള്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതെ, അച്ഛൻ്റെ കൂടെയാണ്, അല്ലാതെ വഴിയെ പോകുന്ന വല്ലവരുടെയും കൂടെയല്ലല്ലോ. അതുകൊണ്ട് അത്രയും മതി. പോയി കിടന്നുറങ്ങാൻ നോക്ക്, ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛൻ്റെ പെരുമാറ്റം കൃഷ്ണമോൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ച് അവൾ കട്ടിലേക്ക് പോയി കിടന്നു. ആ സമയത്താണ് അലീന ബാഗിൽ നിന്നും ഒരു ബെഡ്ഷീറ്റുമായി വരുന്നത്. മുറിയിലെ സോഫയിൽ ആ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടക്കാനായിരുന്നു അലീനയുടെ തീരുമാനം. താൻ വെറും ഒരു ഹോം നേഴ്സാണല്ലോ. യജമാനൻ്റെ മകൾ കിടക്കുന്ന കട്ടിലിൽ കിടക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന ചിന്താഗതിയായിരുന്നു അവൾക്ക്. കൃഷ്ണമോള് തന്നെ വേലക്കാരിയായി കാണാനാണ് ഇഷ്ടമെന്ന് തിരിച്ചറിയും അലീനയ്ക്കുണ്ടായിരുന്നു. അലീനയുടെ പ്രവൃത്തി കണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു. അലീന, എന്താ നിന്റെ പരിപാടി? അല്ല സർ, ഞാൻ ഇവിടെ കിടന്നോളാം എന്നൊക്കെ കരുതിയെന്നിട്ട് അലീന ആ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ നിവർത്തുമായിരിക്കും. ബാലചന്ദ്രൻ അതിന് സമ്മതിച്ചില്ല. ഇത് കിങ് സൈസ് ബെഡാണ്. 3 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം. കൃഷ്ണമോള് കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നീയും കയറി കിടക്ക്. അന്നേരം അലീന വിഷമത്തോടെ നിന്നു. അത് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ ആരാ? എനിക്ക് കൃഷ്ണമോളും നീയും തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ? അന്നേരം പേടിയോടുകൂടെ തന്നെ അലീന പറയുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടി. ബാലചന്ദ്രൻ്റെ അടുത്ത വാക്കുകൾ അലീനയുടെ ഹൃദയം പിടിച്ചുലച്ചു. എനിക്കാദ്യം ജനിക്കേണ്ടിയിരുന്ന മകള് നീയല്ലേ?
ആ ചോദ്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അലീനക്കായില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു. കൃഷ്ണമോൾ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾ വികാരങ്ങളെല്ലാം നിയന്ത്രിച്ചു. മെല്ലെ ചെന്ന് അവൾ കട്ടിലിരുന്നു. തൊട്ടടുത്ത് കൃഷ്ണമോൾ കിടക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. അലീനയോടുള്ള ദേഷ്യം അവളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരും അവിടെ കിടക്കാൻ തീരുമാനിച്ചു. ബാലചന്ദ്രൻ ബാഗിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു വെച്ച ശേഷം കിടന്നുറങ്ങി. ഇതേ സമയത്തിന് വൈജയന്തിക്ക് സ്വന്തം വീട്ടിൽ ഇരക്കപ്പൊറുതി ഉണ്ടായിരുന്നില്ല. ഉറക്കം വന്നില്ല. ടെൻഷൻ കാരണം അവർ മുറിയിലും ഹാളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കയറി അൽമാറയിലും മേശപ്പുറത്തും തുറന്നു പരിശോധിക്കാനൊക്കെ തുടങ്ങി. ബാലചന്ദ്രൻ എവിടെയാണ് പോയത് എന്നറിയാനുള്ള സൂചന എന്തെങ്കിലും കിട്ടുമോ എന്നായിരുന്നു അവരുടെ അന്വേഷണം. മേശപ്പുറത്തിരുന്ന ഡയറിയും തലയണക്കിടയിൽ വരെയും അവർ പരിശോധിച്ചു. എന്നാൽ ഉദ്ദേശിച്ചതൊന്നും തന്നെ കിട്ടിയില്ല. നിരാശയും ഭയം കൊണ്ട് വൈജയന്തി തളർന്നിരുന്നു. രാത്രി ഏറെ വൈകി. ബാലചന്ദ്രൻ ഉറക്കമുണർന്നപ്പോൾ കട്ടിലിൽ കൃഷ്ണമോളെ കണ്ടില്ല. അവൻ ചുറ്റും നോക്കി. കൃഷ്ണമോള് ജനലിനടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ബാലചന്ദ്രൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, എന്താ നീ കിടന്നുറങ്ങാത്തത്? നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? കൃഷ്ണമോള് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളൊക്കെ കലങ്ങി മറിഞ്ഞിരുന്നു. എന്താ അറിയില്ല അച്ഛാ, എനിക്കാകെ വിഷമം വരുന്നു. എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ഉറക്കെ കരയാൻ തോന്നുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ ഇതൊക്കെ. വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും കൃഷ്ണമോള് സംസാരിക്കുന്നത്. മകളുടെ അവസ്ഥ ബാലചന്ദ്രന് മനസ്സിലായി. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. മോൾക്ക് എന്താ വിഷമം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ കട്ടിലിലിറങ്ങുന്ന അലീനയെ നോക്കി. രാവിലത്തെ ടെൻഷൻ കാരണം അലീന ഗാഠനിദ്രയിലായിരുന്നു. അവളെ ഉണർത്തേണ്ട എന്നൊക്കെ കരുതി ബാലചന്ദ്രൻ കൃഷ്ണമോളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അവർ വീടിൻ്റെ പൂന്തോട്ടത്തിലെത്തിയിരുന്നു. നിലാവുള്ള ആ രാത്രി, തണുത്ത കാറ്റ്. മോളുടെ വിഷമം എന്താ? മോളുടെ മനസ്സിൽ എന്ത് സംശയമുണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറയാം, ബാലചന്ദ്രൻ പറഞ്ഞു. കൃഷ്ണമോള് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെയായി പോയത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എൻ്റെ അച്ഛൻ. ഇപ്പോൾ അച്ഛന് എല്ലാവരോടും ദേഷ്യമാണ്. അമ്മയെ അച്ഛന് കണ്ണെടുത്താൽ കണ്ടൂടാ. അമ്മയോട് ഭയങ്കര വൈരാഗ്യമാണ്. നിങ്ങൾ 2 പേരും കീരിയും പാമ്പും പോലെയാണല്ലോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാലചന്ദ്രൻ ആദ്യം ഒന്ന് ദീർഘനിശ്വാസം ഇട്ടു. അച്ഛനറിയാം ഒരുപാട് മാറിപ്പോയി എന്ന്. മോളെ, അച്ഛനറിയാം അച്ഛൻ ഒരുപാട് മാറിപ്പോയി എന്ന്. ഇതിൻ്റെ എല്ലാം കാരണവും അച്ഛനറിയാം. കൃഷ്ണമോള് തുടർന്നു. അച്ഛൻ ആരോടും പറയാതെ ഒരു ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവിടെ പോയി ഒരുപാട് കള്ള് കുടിച്ച് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു. തീരെ വയ്യാതെ വന്നതിന് ശേഷം അച്ഛൻ എല്ലാവരോടും ദേഷ്യമാണ്. അച്ഛനെ നോക്കാൻ അലീന ചേച്ചി മാത്രം മതി എന്ന് പറഞ്ഞു. അമ്മയെ അച്ഛന് ഇഷ്ടമല്ല. നിങ്ങൾ 2 പേരും ഇങ്ങനെ ദേഷ്യത്തോടെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ശരിക്കും മടുത്തു. ഇനി എനിക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല. കൃഷ്ണമോളുടെ വാക്ക് കേട്ട് ബാലചന്ദ്രൻ ശാന്തമായി ചോദിച്ചു, തെറ്റെല്ലാം ചെയ്തത് അച്ഛനാണോ? അമ്മ എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. അച്ഛനല്ലേ മാറിയത്? അച്ഛൻ ഇങ്ങനെ മാറരുതായിരുന്നു, കൃഷ്ണമോള് പറഞ്ഞു. ബാലചന്ദ്രൻ മകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, മോളെ, അച്ഛൻ മാറുന്നതിന് കാരണമുണ്ട്. മോൾക്ക് അച്ഛനൊരു കഥ പറഞ്ഞു തരാം. കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അച്ഛൻ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം അച്ഛാ, കൃഷ്ണമോള് സമ്മതിച്ചു. ബാലചന്ദ്രൻ ആ ഒരു കഥ പറഞ്ഞു തുടങ്ങി. പണ്ടൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ചെറുപ്പം തൊട്ടേ ഒരു പെൺകുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു. ആ സ്നേഹം 12 വർഷക്കാലം മനസ്സിലിട്ട് നടന്നതിന് ശേഷം അവസാനം അവൻ അവളെ വിവാഹം കഴിച്ചു. കുട്ടികളുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. അവൾക്ക് അവനെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ മറ്റൊരാളെ ഇഷ്ടമായിരുന്നുവെന്നും അയാളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചിരുന്നുവെന്നും അതിലൊരു കുഞ്ഞുണ്ട് എന്നും അറിയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഭർത്താവിന് സഹിക്കാൻ പറ്റുമോ? കഥ കേട്ട് കൃഷ്ണമോള് പോലും അന്തം വിട്ടു നിന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ അഭിപ്രായം എന്താ? ബാലചന്ദ്രൻ വീണ്ടും ചോദിച്ചു. കൃഷ്ണമോള് ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചതി തന്നെയാണ് അച്ഛാ. അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ബാലചന്ദ്രന്റെ ശബ്ദമിടറി. അങ്ങനെ ഒരു ചതി നടന്ന ആളാണ് ഞാൻ. നിന്റെ മുന്നിലിരിക്കുന്ന ഈ അച്ഛനാണ് ആ ചതി സംഭവിച്ചത് എന്ന് പറയും. അന്നേരം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ കൃഷ്ണമോള് ചാടി എഴുന്നേറ്റു. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അച്ഛന് തോന്നുന്നതാണിതൊക്കെ. അച്ഛനാരോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ വിഷാദത്തോടെ ഒന്ന് ചിരിച്ചു. അച്ഛനെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ അച്ഛൻ അത് വിശ്വസിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഈ വിവരം അറിഞ്ഞതിന് ശേഷം അത് സത്യമാണോ എന്നറിയാനാണ് ഞാൻ അന്ന് നീലഗിരിയിലേക്ക് പോയത്. അവിടെ പോയി ഗംഗാധരനോട് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്ന് അവരിൽ നിന്ന് തന്നെ അച്ഛൻ അറിഞ്ഞത്.
വിവാഹത്തിന് മുൻപ് വൈജയന്തി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവരിൽ നിന്ന് തന്നെയാണ് അച്ഛൻ അറിഞ്ഞത്. ഈ കാര്യം ശിവേട്ടനും രാജീവേട്ടനും എന്തിന് നിന്റെ മുത്തശ്ശിക്ക് വരെ അറിയാം. ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എന്നോട് ഇത്ര വലിയ ചതി ചെയ്തത്. ഇനി മോള് തന്നെ പറ, അച്ഛൻ എങ്ങനെ സഹിക്കും? കൃഷ്ണമോൾ ആകെ തകർന്നു പോയി. ഇല്ല അച്ഛാ, അത് സഹിക്കാൻ പറ്റില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രൻ തുടർന്നു. മോളെ, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത് കള്ളു കുടിച്ചതൊന്നും കൊണ്ടല്ല. ഈ ചതി, ഈ വഞ്ചന, ഇതെല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അച്ഛൻ അത് താങ്ങാൻ പറ്റാതെയായി. ഇതൊക്കെ തന്നെയാണ് ഈ അച്ഛൻ ഇങ്ങനെയാവാൻ കാരണം. ഇതൊക്കെ എങ്ങനെയാണ് ഈ അച്ഛൻ സഹിക്കുന്നത്? സങ്കടം സഹിക്കവയ്യാതെ കൃഷ്ണമോള് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛനെ ആശ്വസിപ്പിക്കാൻ അവൾ ഒരുപാടധികം പാടുപെട്ടു. അല്പനേരത്തിന് ശേഷം കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു, അച്ഛാ, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അലീന ചേച്ചിയല്ലേ? അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടെങ്കിൽ പ്രശ്നമെല്ലാം തീരില്ലേന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ അവളെ ഉറ്റുനോക്കി. നീ അലീന ആരാണെന്നാ നിന്റെ വിചാരം? അതൊരു ഹോം നേഴ്സ് അല്ലേ അച്ഛാ? അമ്മൂമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സ്, കൃഷ്ണമോള് ചോദിച്ചു. ബാലചന്ദ്രൻ അവളെ തിരുത്തി. അത് ഹോം നേഴ്സോ? ഹോം നേഴ്സ് ഒന്നുമല്ല. അന്ന് നിന്റെ അമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ച് ഏതോ അനാഥാലയത്തിൽ കൊണ്ടാക്കിയ ആ കുഞ്ഞാണത്. അത് വളർന്നു വലുതായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന അലീന. എന്നാൽ അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ കൃഷ്ണമോള് ഞെട്ടിത്തെറിച്ചു പോയി. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. ബാലചന്ദ്രൻ വികാരഭരിതനായി തുടർന്നു. മോൾ ഇനി പറ, അച്ഛൻ ഇതെല്ലാം തന്നെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അച്ഛൻ എങ്ങനെയാ മുന്നോട്ട് ജീവിക്കുന്നത്? ഇതെല്ലാം അച്ഛൻ അറിഞ്ഞുവെന്ന് നിന്റെ അമ്മയെ അറിയിച്ച അവൾ പിന്നെ എൻ്റെ കൂടെ ജീവിക്കുമോ? ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. പിന്നെ ഈ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം മനസ്സിലൊതുക്കി എത്ര നാൾ അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിൽക്കും? ഞാനും ഒരു മനുഷ്യനല്ലേ? ബാലചന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അച്ഛൻ്റെ വേദന കണ്ട് കൃഷ്ണമോൾക്ക് സഹിക്കാനായില്ല. അവളും ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ തണുത്ത രാത്രിയിൽ വലിയൊരു സത്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അച്ഛനെയും മകളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തേത് നല്ല സൂപ്പർ ഒരു അടിപൊളി പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. വൈജയന്തി തൻ്റെ ഭയം രാജീവിനോട് പങ്കുവെക്കുന്നു. രാജീവെ, ഇനിയിപ്പോൾ അലീനയെ കൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ ബാലചന്ദ്രൻ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? രാജീവ് തിരിച്ചു ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോകില്ലേ രാജീവേ? നമ്മൾ തോറ്റുപോവില്ലേ എന്നായിരുന്നു വൈജയന്തിയുടെ മറുപടി. തോൽക്കാൻ അവർക്കിന്നും മനസ്സില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം നേരെ വെളുത്തതിന് ശേഷം അലീന ബാലചന്ദ്രനെ അടുത്തിരിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ, എന്താ നിന്റെ ഉദ്ദേശം? അലീന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സാറിൻ്റെ കനിവിലല്ലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിന് ബാലചന്ദ്രൻ മറുപടി നൽകിയത് ഇതാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ 3 മക്കൾക്കും എന്തൊക്കെ അവകാശങ്ങളും അധികാരങ്ങളുമുണ്ടോ അത്രയും അധികാരങ്ങളും അവകാശങ്ങളും ഇനി മുതൽ ആ വീട്ടിൽ നിനക്കുമുണ്ടാവും. അങ്ങനെ അലീന ബാലചന്ദ്രനോട് സംസാരിക്കുന്ന സമയത്തായിരിക്കട്ടോ കൃഷ്ണമോൾ എഴുന്നേൽക്കുന്നത്. കൃഷ്ണമോൾ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് തന്നെ അലീന ബാലചന്ദ്രനോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ആ ഒരു കാഴ്ച കാണിക്കുന്നതോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.